തുടർന്ന് ബെൻ ബ്രദർ ഗാനങ്ങൾ ആലപിക്കും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ആയുസ്സിലൊരു പ്രാവശ്യം കൂടെ ലോകത്തിൻ്റെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കിയ വലിയ കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തുതിയും മഹത്വവും നമുക്ക് കരയറ്റാമല്ലോ. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ളൊരു ഗാനത്തിൻ്റെ ഈരടികളെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് പുകഴ്ത്താം, പാടി മഹത്വപ്പെടുത്താം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ എന്ന് തുടങ്ങുന്നതായിട്ടുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഗാനമാണല്ലോ. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ പ്രിയരെ, കാറ്റും കോളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ച നേരങ്ങളിൽ അവൻ്റെ കരങ്ങളാൽ നമ്മളെ ചേർത്ത് മാറോടണച്ചതായിട്ടുള്ള വലിയ സ്നേഹത്തെ ഇന്നത്തെ രാത്രികാലം നമ്മൾക്ക് ഉയർത്താം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്നതായിട്ടുള്ള വലിയ കരുണകൾക്കായിട്ട്, കൃപകൾക്കായിട്ട്, നമ്മൾ മേൽ ചൊരിയുന്നതായിട്ടുള്ള വലിയ സ്നേഹത്തിനായിട്ട് നമുക്ക് മഹത്വം കരയറ്റാം. അങ്ങനെയെങ്കിൽ പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു: ഭൂമി എങ്ങും പോയി സാക്ഷ്യം ചൊല്ലുവാനായിട്ട് അവൻ തന്നതായിട്ടുള്ള കൽപ്പനയിൽ നമ്മൾക്ക് ഒരുമിച്ച് പങ്കുചേരാം. യേശു എന്ന നാമം എൻ്റെ ആത്മാവിൻ്റെ ഗീതം, എൻ്റെ പ്രിയ യേശുവിനെ ഞാൻ വാഴ്ത്തി മഹത്വപ്പെടുത്തും. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമനശോധനയിലും താണു വീണു പോകാതെ ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന
സ്നേഹമാശ്ചര്യം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുവേ. ഹല്ലേലൂയ. നമ്മൾക്കൊരു ഗാനത്തിന്റെ ഈരടികളിലൂടെ നമ്മൾക്ക് ചേർന്ന് പാടാം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം എൻ താതൻ കരങ്ങളിൽ എന്ന് തുടങ്ങുന്നതായിട്ടുള്ള പാട്ട് നമ്മൾക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഗാനമാണല്ലോ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ഭാരങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്, ഭയങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. എന്നാൽ നമ്മൾക്ക് വേണ്ടി കരുതുന്നവൻ ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, മരണഭീതിയുടേതായിട്ടുള്ള ആവശ്യങ്ങളില്ലല്ലോ, ശത്രുഭീതിയുടേതായിട്ടുള്ള ആവശ്യങ്ങളില്ലല്ലോ. മരണത്തെ തകർത്തവൻ, ശത്രുവിനെ ജയിച്ചവൻ, സകലത്തിലും മീതെ ഉന്നതനായി നമ്മൾക്ക് വേണ്ടി കരുതുന്നു. പിതാവിന്റെ ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ഇന്നും ജാഗരിക്കുന്നതായിട്ടുള്ള നമ്മുടെ വലിയവനായിട്ടുള്ള കർത്താവിന്റെ സന്നിധി നാം ആയിരിക്കാം. നമ്മുടെ പിതാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെല്ലാം നമ്മൾക്ക് അകറ്റിവെക്കാം. ഈ പാട്ടിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ തോൽവികളെന്ന് നാം കരുതുന്നതൊക്കെ മാറിപ്പോകട്ടെ, രോഗത്തിൻ്റെതായിട്ടുള്ള ക്ഷീണങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. കാരണം ജയാളിയായവൻ, രോഗിക്ക് വൈദ്യനാണ്, സർവശക്തൻ, അവനാണ് എൻ്റെ രക്ഷ. യാഹേ, അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയായി അങ്ങാണ് എൻ്റെ സങ്കേതം. മയങ്ങാതെ ഉറങ്ങാതെ ഇസ്രായേലിന്റെ പരിപാലകൻ നമ്മളെ കാക്കുന്നു, പരിപാലിക്കുന്നു. വലിയവനായിട്ടുള്ള കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല എന്ന് തുടങ്ങുന്നതായിട്ടുള്ള പാട്ട്. ഏവർക്കും പരിചിതമായിട്ടാണ് ഗാനമാണല്ലോ. സ്ക്രീനിൽ അതിൻ്റെ വേർഡ്സ് ഉണ്ടല്ലോ, നമ്മൾക്ക് ചേർന്ന് പാടാം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ, അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ, അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെയുന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാ.
യാഹേ അങ്ങെന്നുമെൻ ദൈവം തലമുറ തലമുറയായി. യാഹേ അങ്ങന്റെ സങ്കേതം തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. ചേർന്ന് പാടാം. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയാവൻ രോഗിക്ക് വൈദ്യൻ, സർവശക്തന്റെ രക്ഷയല്ലോ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം തലമുറ തലമുറയായി. യാഹേ അങ്ങന്റെ സങ്കേതം തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. 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 കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രികാലം ഞങ്ങളെ അനുഗ്രഹിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ കൂട്ടായ്മയിൽ കർത്താവെ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് മാനിച്ചതിനായിട്ട് നിന്നെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഈ രാത്രികാലം ലോകത്തിന്റെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ ഒരു മനസ്സോടെ നിന്നെ ഉയർത്തുവാൻ ഈ രാത്രികാലവും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം, സമാധാനത്തിനായിട്ട് സ്തോത്രം. ഗാനത്തിലൂടെ നീ ഞങ്ങളോട് ഇടപെട്ടല്ലോ കർത്താവേ. ഭയം ഞങ്ങളുടെ ഇനി ജീവിതത്തിൽ മേൽ ഇനി സ്ഥാനമില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പരാജയഭീതികളെല്ലാം മാറിപ്പോകട്ടെ കർത്താവേ. അവിടുന്ന് ജയമെടുത്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവെ. തിരുസന്നിധിയിലെ അടിയങ്ങളായിരിക്കുന്നല്ല കർത്താവെ, വചനത്തിന്റെ മുൻപാകെ അടിയങ്ങളായിരിക്കുമ്പോൾ നിന്റെ ഏറിയ കൃപയിൽ അടിയങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് സംസാരിക്കുന്ന രാത്രികാലമാക്കി തീർക്കണമേ. നേതൃത്വം കൊടുക്കുന്ന നിന്റെ മക്കളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. വൈദ്യുതനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ ദൈവകൃപയിൽ അവിടുന്ന് പുതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കുടുംബങ്ങളായിട്ട് അടിയങ്ങളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord. Hallelujah. Hallelujah. നന്ദി പറയാം. Hallelujah. അവിടുന്ന് മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. മലാക്കി പ്രവാചകനോട് ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചതിന് ശേഷം ഏകദേശം 400 വർഷത്തിലധികം യഹോവയായ ദൈവം സൈലന്റ് ആയിരുന്നു.
ഈ സൈലന്റ് ബ്രേക്ക് ചെയ്യുന്ന സംസാരം ലൂക്കോസ് സുവിശേഷകൻ 1-ാം അധ്യായത്തിൽ പറയുന്നു. അതിന്റെ 13-ാം വാക്യത്തിൽ, സഖറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ സഖറിയാവിനോട് സംസാരിക്കുന്നതിലൂടെയാണ് ഈ 400 വർഷത്തിലേറെ നീണ്ടു നിന്ന ദൈവത്തിന്റെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലുള്ള സൈലൻസ് ബ്രേക്ക് ആവുന്നത്. എൻ്റെ പ്രിയരെ, ഇസ്രായേൽ ജനം, സഖറിയാവ് തൻ്റെ കുടുംബമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപയ്ക്കായി കാത്തിരുന്നു. എൻ്റെ പ്രിയരെ, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സ്നേഹനിധിയായ ഒരു നല്ല അപ്പച്ചനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഖറിയാവേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നമ്മെ കരുതുന്ന, നമ്മുടെ നല്ല കാലത്തും നമ്മുടെ കഷ്ടകാലത്തും ദൈവത്തിന്റെ കൃപ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷെ അവന്റെ കൃപയായ എപ്പോഴും നമ്മളെ നടത്തുന്നത്, അവന്റെ കൃപയാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് ആ ഭക്തൻ പറയുന്നത്, ഞാൻ നിന്നതല്ല, എന്നെ അവിടുത്തെ കൃപയാൽ നിർത്തുന്നതാ. ഹല്ലേലൂയ. ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്കിന്നായിരിക്കാം. നമ്മൾ പാടിയതുപോലെ നമ്മുടെ ജീവിതം കർത്താവിനെ സ്തുതിക്കുന്ന ഒരു പാട്ടായിട്ട് മാറട്ടെ. പാടി പുകഴ്ത്തിയിടാം ഈ ദേവദേവനെ എന്നും എന്നേക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ യഹോവ നമ്മുടെ ഏക സത്യ ദൈവം, അവൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല, നമുക്ക് വേണ്ടി എപ്പോഴും ജാഗരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ജീവനായിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം പ്രിയരെ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഹല്ലേലൂയ. ഒമാനിൽ നിന്ന് കടന്നു വന്ന ബിജു കോശി സാറുണ്ട്, നമ്മുടെ റിച്ചാർഡ് പാസ്റ്ററുണ്ട്, അൽക്കോർ ചർച്ചിലെ AG ചർച്ചിലെ, US നിന്ന് രാജൻ ബ്രദർ അങ്കിളുണ്ട്, എബ്രഹാംസ്, എവരെയൊന്നും എനിക്ക് അത്ര പരിചയമില്ല. ഒരു പക്ഷേ ലിനു ബ്രദറിന് അറിയാമായിരിക്കും. എന്തായാലും കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് വേഗം വരുന്ന യേശുക്രിസ്തുവിൽ വന്ദനം പറയുന്നു. അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കുമായിട്ട് മാറ്റിവെക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നവര് നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ശേഷം നടക്കുന്ന ബൈബിൾ സ്റ്റഡിക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകൾക്കായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പലവിധ അനാരോഗ്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഇനിയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്ത സഹോദരങ്ങൾ, ചാർച്ചക്കാർ, കൂട്ടു സഹോദരങ്ങളുണ്ട്. നമുക്ക് അവരെല്ലാം ഏൽപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഈ ഓൺലൈൻ ബൈബിൾ ക്ലാസ് കൂട്ടായ്മയും ഏൽപ്പിച്ചുകൊണ്ട്, കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ബെൻ ബ്രദറെ, വളരെ താങ്ക് യു വെരി മച്ച്. നല്ലൊരു വർഷിപ്പ് നമുക്ക് തുടക്കത്തിൽ ലീഡ് ചെയ്യുവാനായിട്ട് ബെൻ ബ്രദറിനെ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് ആ ഗാനങ്ങളിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. ദൂരദേശങ്ങളാണ് ഞങ്ങൾ ഇരിക്കുന്നതെങ്കിലും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ഈ പറയപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന 1-2 പേർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല വൈകവേലയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുപാദപീഠത്തിൽ ഒരുമിച്ച് കടന്നു വരുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ
ഞങ്ങളുടെ ജീവിതത്തിന്മേൽ പകരുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സംഭവബഹുലമായ ദിനങ്ങൾ ഞങ്ങളെ വിട്ട് അകന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഓരോ നിമിഷവും അനുഭവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ ഞങ്ങളുടെ മേൽ പകരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി, അവിടുത്തെ എല്ലാ വിശ്വസ്തകൾക്കായി, എണ്ണിയാൽ തീരാത്ത ദൈവപ്രവൃത്തികൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇന്ന് വൈകുവളരെയും ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളുടെ മുഖം അന്വേഷിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ പകരുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ വേർതിരിയപ്പെടുവാൻ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഞങ്ങളോട് വെളിപ്പെടുവാൻ ഇന്ന് വൈകുവളി ഞങ്ങൾ ഒരുമിച്ച് ദൈവങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനുണ്ടാകുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. അവിടുന്ന് കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അതിനുവേണ്ടി ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ആത്മാവിന്റെ ഹൃദയമായ ഇടപെടലുകൾ ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തെ കുറിച്ച് സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെ അങ്ങ് ഒരുക്കുകയും സഹായിക്കുകയും കർത്താവെ പറയുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് 100 മേനിയായി ഫലം കൊയ്യുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകാരമായി ഭവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ ഞങ്ങളുടെ ദാസനതയും ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലും കുടുംബത്തിലും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് വൈകുപോലെ ദൈവസ്ഥയിലായിരുന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിവിധ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കർത്താവെ ജീവിതത്തിൽ നേരിടുന്നവർ അനേകരുണ്ട്. എന്നാൽ ഇന്ന് വൈകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഓരോരുത്തരും അനുഭവിപ്പാൻ കർത്താവോട് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളാൽ ഭാരപ്പെടുന്നവരെ ദൈവം സൗഖ്യമാക്കണമേ. ഇന്ന് വൈകുപോലെ കർത്താവെ, വിവിധ ഭാരങ്ങളോട് കടന്നു പോകുന്നവർക്ക് ദൈവം ആശ്വാസം നൽകണമേ. അങ്ങയുടെ സാന്നിധ്യം നിമിത്തമുള്ള വിടുതലും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അനുഭവിപ്പാൻ ഇന്ന് വൈകുമ്പോൾ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങയുടെ വചനത്തിന് മുൻപിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് വൈകുമ്പോൾ അങ്ങയുടെ വചനം വെച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ എക്സാമിനേറ്റ് അപ്പിയർ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവരോട് ദയ കാട്ടണമേ. അത്ഭുതകരമായ വിജയം, അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയുടെ മണ്ഡലങ്ങൾ വികസിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കർത്താവ് വലിയ ക്രിയ ചെയ്യപ്പെടുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവർ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ദൈവം ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളൊന്നും കർത്താവ് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കുടുങ്ങി പോകാതെ ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഓരോരുത്തരെയും ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങൾ ഒരു മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വൈകുന്നേരത്തെ മീറ്റിങ്ങിനെ മുഴുവനായി ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായി പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അനുഭവിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങൾ ഹൃദയമായി സംസാരിക്കണമേ. ആദ്യോടൊന്ന് ദൈവസാന്തിന്റെ മറവ് ഞങ്ങളെ മറയ്ക്കണമേ. ആത്മാവിന്റെ ഹൃദയം ഇടപെടൽ ഉണ്ടാകണമേ. മഹത്വം എടുക്കണമേ. പ്രാർത്ഥന കൈക്കൊണ്ടത് കൊണ്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലാല സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, അങ്ങേക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഹല്ലേലൂയ. നല്ല ദിവസത്തിനായി അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഈ സന്ധ്യയായ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കർത്താവെ ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചുവല്ലോ. കർത്താവെ, പലയിടങ്ങളിലും പലയിട ഭവനങ്ങളിലും ഞങ്ങൾ കർത്താവെ ആയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരുമിച്ച് കൂടി അങ്ങയെ സ്തുതിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങൾ കൂടി വന്നതിന്റെ ഉദ്ദേശം കർത്താവ് അറിയുന്നുവല്ലോ. അങ്ങയുടെ വചനം പഠിപ്പാൻ കർത്താവെ, അത് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ കർത്താവ് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ ഓർമ്മശക്തിയെ ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ. കർത്താവെ, ക്ലാസ് എടുക്കുന്ന ദൈവദാസിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറിയ കൃപയാൽ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് സ്തോത്രം. കടന്നു വന്ന ഹല്ലേലൂയ കർത്താവെ, ജീവിതങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ
ഇടങ്ങളിലായിരിക്കുന്നവരോ ഇടങ്ങളിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവിന് സ്തോത്രം. വിശേഷാൽ കർത്താവ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെയും കർത്താവിന്റെ കരമയച്ചവരെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും കർത്താവെ അവരുടെ ജീവിതങ്ങളിൽ വിജയം കണ്ടെത്തുവാൻ സഹായിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ബോർഡ് എക്സാം ആണല്ലോ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ അവർ കടന്നു പോന്ന ആ കഠിനമേറിയ ഹല്ലേലൂയ പ്രതിസന്ധി കർത്താവ് ലഘൂകരിച്ചു കൊടുക്കണമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ സ്തോത്രം. അവരുടെ ഹൃദയങ്ങളെയും മനസ്സിനെ ഹല്ലേലൂയ കർത്താവ് ശാന്തമാക്കണമേ. എല്ലാ ടെൻഷനും കർത്താവിനെ പൂർണ്ണമായി വിടുകയും നന്നായി എഴുതുവാൻ ദൈവമായി കർത്താവ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ കടന്നു വന്ന എല്ലാ ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്ന അല്പസമയം ഞങ്ങൾ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നിറയ്ക്കുകയും ഹല്ലേലൂയ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ ഈ സൂം മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാനും അനേകർ കടന്നു വരുവാനും അങ്ങ് സഹായിക്കണം. കൃപ കൂടെ ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയായിട്ട് ദൈവത്തെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. നന്ദി യേശുവേ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന ഒമാനിൽ നിന്നും യുഎസിൽ നിന്നും ഖത്തറിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് വേഗം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. പുതുതായി ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇത് നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചു വരുന്ന ഒരു പഠന ക്ലാസ് ആണ്. നമ്മളൊരു പുസ്തകമായിട്ട് ആണ് പഠിച്ചു വരുന്നത്, ഒരു ടോപ്പിക് ബേസ്ഡ് അല്ല. റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ പഠിച്ചു വരികയാണ്. ഏകദേശം 41 ക്ലാസ്സുകൾ നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മൾ റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മുതലാണ് ഇന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്തവർക്ക് ഒരു പക്ഷേ അതിൻ്റെ ആ കണക്ഷൻ കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണല്ലോ നമുക്കിത് വിവേചിച്ച് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് കടക്കാം. റോമാലേഖനം 6, 7, 8 അധ്യായങ്ങൾ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വിവരിക്കുന്നത്. 6-ാം അധ്യായത്തിൽ നാം കണ്ടത് ജഡത്തെ ജയിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിച്ച രക്ഷ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പഴയ ഒന്നിനെ വിട്ട് ഒരു പുതിയതിലേക്കാണ് നാം വന്നത്. 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഈ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാൽ, ജഡജീവിതത്തിലേക്ക് തിരിച്ചു പോയാൽ, പ്രമാണങ്ങളെ ബേസ് ചെയ്ത് പ്രമാണങ്ങൾ അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് നാം തിരിച്ചു പോയാൽ നമ്മിൽ ഉണ്ടാകേണ്ട വിശുദ്ധി എന്ന ഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നാണ് നമ്മളെ ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം തന്ന് ക്രിസ്തുവേശുവിൽ പൊസിഷൻ ചെയ്തു വെച്ചിരിക്കുന്നത്. We are positioned in a different position. നാം അവിടെ ഉറച്ചിരിക്കാതിരുന്നാൽ ഈ ലഭിച്ച വിശുദ്ധിയിൽ നമുക്ക് വളരുവാനായിട്ട് സാധിക്കത്തില്ല എൻ്റെ പ്രിയരെ. അതാണ് ഈ 7-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. നമ്മൾ ഏകദേശം 3-4 മീറ്റിങ്ങുകൾ നമ്മൾ 7-ാം അധ്യായത്തിലാണ് ഓൾറെഡി. കാരണം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്താൽ, പാപത്തിലേക്ക് നാം വീണ്ടും ദാസന്മാരായി പോയാൽ ദൈവം നമ്മിൽ ഉണ്ടാകേണ്ട വിശുദ്ധി, നമ്മളെ ആരാക്കിയ പൊസിഷൻ ചെയ്തിരിക്കുന്നത്, നമ്മളെ വിശുദ്ധന്മാരാക്കിയാണ് ദൈവം പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ആ വിശുദ്ധിയിൽ നമുക്ക് തീർച്ചയായിട്ടും വളരാൻ സാധിക്കത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മിൽ സംഭവിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. നാം അറിയാതെ തന്നെ ന്യായപ്രമാണത്തിലേക്ക്, ക്രിസ്തുവോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതിന് പകരം നാം അറിയാതെ തന്നെ ഒരു പ്രമാണമുണ്ടാക്കി, കുറെ നിയമങ്ങളുണ്ടാക്കി, കുറെ ചട്ടങ്ങളുണ്ടാക്കി, അതിലേക്ക് അത്
പൂർത്തീകരിച്ചുകൊണ്ട്, അത് ചെയ്തുകൊണ്ട്, അത് ഫുൾഫിൽ ചെയ്തുകൊണ്ടുള്ള ജീവിതം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം, അത് വിശുദ്ധിയിൽ വളരണമെങ്കിൽ ഹല്ലേലൂയ നാം ആരോടാണ് ചേർന്നിരിക്കുന്നത്? ഹല്ലേലൂയ, നാം ക്രിസ്തുവിനോട് ചേരുവാൻ ഏറ്റവരാണ്. നാം ചേർന്നിരിക്കുന്നത് ക്രിസ്തുവിലാണ് നമ്മെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. തുടക്കമൊക്കെ ക്രിസ്തുവിലായിരുന്നു. തുടക്കമൊക്കെ ആത്മീയ ജീവിതം, രക്ഷിക്കപ്പെട്ട ജീവിതം, തുടക്കമൊക്കെ ആ ബന്ധത്തിലായിരുന്നു. തുടക്കമൊക്കെ സ്നേഹമായിരുന്നു എന്നെ ഭരിച്ചിരുന്നത്. പക്ഷെ കുറെ അങ്ങ് ചെന്നപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിന്റെ ഗൈഡൻസിനായി തന്ന, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ, എൻ്റെ നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് ദൈവം ഗൈഡൻസ് ആയി തന്ന വേദപുസ്തകത്തിന്റെ സ്ഥാനം മാറി മറ്റു വ്യക്തികൾ എഴുതിയ പുസ്തകം പുസ്തകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലെങ്കിൽ ക്രിസ്തു മാറി ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ചില വ്യാഖ്യാന പുസ്തകങ്ങൾ വേദപുസ്തകത്തെ റീപ്ലേസ് ചെയ്ത് കളഞ്ഞു. ഹല്ലേലൂയ. ഞാനിത് ഒരിക്കല് 1-2-3 ആഴ്ചയ്ക്ക് മുൻപ് നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രിയരെ, നോ മാൻ ഈസ് ഗ്രേറ്റർ ദാൻ ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. നോ ബുക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ദ ബൈബിൾ. നോ ഡോക്ട്രിൻ ഈസ് ഗ്രേറ്റർ ദാൻ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധിയിൽ വളരണമെങ്കിൽ, ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാൾ വിശുദ്ധിയിൽ വളരണമെങ്കിൽ പ്രിയരെ, നമ്മൾ അനുകരിക്കേണ്ടത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെയാണ്. കർത്താവിനെ അനുകരിക്കണം, വേദപുസ്തകം വായിക്കണം, ഹോളി സ്പിരിറ്റിനെ അനുസരിച്ച് ജീവിക്കണം. ഈ 3 കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പ്രിയരെ. എങ്കിലേ നമുക്ക് ലഭിച്ച ഈ രക്ഷയിൽ നമുക്ക് വളരുവാനായിട്ട് സാധിക്കുകയും. കർത്താവായിരിക്കണം നമ്മുടെ മാതൃക, വേദപുസ്തകമായിരിക്കണം നമ്മുടെ ഗൈഡൻസ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് പറയുന്നതനുസരിച്ച് ജീവിക്കണം. ഈ സ്ഥാനത്തേക്ക് നമ്മൾ ഒരു മനുഷ്യനെയോ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശാസ്ത്രത്തെയോ ചില ഡോക്ട്രിൻസിനെയോ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇന്ന് സഭകളിൽ ഏത് സഭയുമായിക്കൊള്ളട്ടെ, വേർപെട്ട സഭയോ ഏത് സഭയുമായിക്കോട്ടെ, സഭയിൽ കാണുന്ന മനുഷ്യന്റെ ഒരു ദുര്യോഗമാണിത്. അപ്പോസ്തലൻ പറയുക, നിങ്ങൾ അങ്ങനെയായാൽ നിയമവാദികളായി മാറും, നിയമവാദികളായി തീരും. എൻ്റെ പ്രിയരെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ഭാഗം, നമ്മളിന്ന് ചിന്തിക്കുന്ന ഈ ഭാഗം നിങ്ങൾ അല്പം ശ്രദ്ധയോടെ ഇരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ സ്വയം ഒന്ന് വിചിന്തനം ചെയ്തോണം, എൻ്റെ ജീവിതം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാനതൊന്ന് അല്പം ഒന്ന് വേർതിരിച്ചു തരാം. അവസാനം നമുക്കൊന്ന് ചിന്തിക്കാം, എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഹല്ലേലൂയ. നിയമം കൊണ്ട് എൻ്റെ പ്രിയരെ ജീവിതത്തെ ശരിയാക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിന് ഇവര് പറയുന്ന ഒരു ന്യായപ്രമാണവും ദൈവമാണല്ലോ തന്നത്, ന്യായപ്രമാണം ഉണ്ടല്ലോ. ഹല്ലേലൂയ. അതൊന്നും നമ്മൾ അല്പം ഗൗരവമായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ഏരിയയാണ് പ്രിയരെ. പലരും ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നത് പോലെ വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടും ശിശുവായിരിക്കുന്ന, വളരുന്നില്ല, വിശുദ്ധിയിൽ വളരുന്നില്ല, ജഡത്തെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ജഡ സ്വഭാവത്തെ അതിജീവിച്ച് മുന്നോട്ട് വിശുദ്ധിയിൽ വളരുവാനായിട്ട് സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താ?
വലിയ പാപമൊന്നും ചെയ്യുന്നില്ല. പലരും പറയും ഞാൻ വലിയ പാപമൊന്നും ചെയ്യാറില്ല ബ്രദറെ. പക്ഷേ അതിന്റെ കാരണമായി അപ്പസ്തോലൻ 7-ാം അധ്യായത്തിൽ നാം അറിയാതെ തന്നെ നമ്മിൽ വന്നു പോകുന്നൊരു കാര്യം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 7-ാം അധ്യായത്തിൽ 3 കാര്യങ്ങളാണ് അപ്പസ്തോലൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത് ന്യായപ്രമാണം, അതിന്റെ ശക്തി, അതിന്റെ അധികാരം. നമ്മളത് കണ്ടു. ന്യായപ്രമാണത്തിന്റെ ദ പവർ ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിന്റെ ശക്തിയും അധികാരവും. രണ്ടാമത് കാണുന്നത്, നമ്മൾ ആ ഭാഗത്താണ് ഇപ്പൊ ആയിരിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് ദ ലോ. ദൈവം തന്ന ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ എന്താണ്? മൂന്നാമത് 14 മുതലുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നത് ഇൻഎബിലിറ്റി ഓഫ് ദ ലോ. ഈ ന്യായപ്രമാണത്തിന്റെ പരിമിതി എന്തായിരുന്നു? ന്യായപ്രമാണത്തിന്റെ ശക്തി എന്താണ്? അതിന്റെ ശുശ്രൂഷ എന്താണ്? അതിന്റെ പരിധി എന്താണ്? ഈ 3 കാര്യങ്ങളാ ഈ 25 വാക്യങ്ങളിലൂടെ 7-ാം അധ്യായത്തിൽ അപ്പസ്തോലൻ നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ അതിന്റെ ശക്തി എന്ത്, അല്ലെ അതിന്റെ അധികാരം എന്തെന്ന് നാം കണ്ടു കഴിഞ്ഞ ആഴ്ചകളിൽ. നാം കഴിഞ്ഞ ആഴ്ചയിൽ ഇതിന്റെ ശുശ്രൂഷ എന്താ, അല്ലെങ്കിൽ ഈ ന്യായപ്രമാണം ദൈവം നമുക്ക് എന്തിനാണ് തന്നത്, അതിന്റെ ശുശ്രൂഷ എന്താ? ഞാൻ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്ന് ഒരു നാളും അരുത്, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. The law reveals sin. അതാണ് അതിന്റെ ഒന്നാമത്തെ ശുശ്രൂഷ. ഹല്ലേലൂയ. ന്യായപ്രമാണം, പ്രമാണം പാപത്തെ വെളിപ്പെടുത്തുന്നു. അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കുവാനായിട്ട് 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു, ഒന്നുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 3:20 നാം ഇപ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഹല്ലേലൂയ. എനിക്ക് പാപത്തിന്റെ പരിഹാരമല്ല, പാപത്തിന്റെ പരിജ്ഞാനം. അതെങ്ങനെയാ നമുക്ക് ലഭിക്കുന്നത്? അത് ന്യായപ്രമാണമാണ് നമുക്ക് തരുന്നത്, പ്രമാണമാണ് നമുക്ക് തരുന്നത്, ദൈവം വെച്ചിരിക്കുന്ന നിയമമാണ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. എന്നിൽ പാപമുണ്ട് എന്ന് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ നിയമത്തിലേക്ക് നോക്കണം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പസ്തോലൻ നിയമത്തെ, ന്യായപ്രമാണത്തെ ഒരു കണ്ണാടിയോട് ഉപമിച്ചിരിക്കുന്നത്. എന്റെ വാക്കിൽ പറയുകയാണെങ്കിൽ അതിനെ ഒരു ലാബോറട്ടറിയോട് ഉപമിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കുഴപ്പം എന്തെന്ന് പറയും, എന്നിട്ട് ഇത് നമ്മളെ ഗൈഡ് ചെയ്യും. എങ്ങോട്ട് ഗൈഡ് ചെയ്യും? ആ കുഴപ്പത്തിന്റെ പരിഹാരം തരാൻ കഴിവുള്ള ഡോക്ടറിന്റെ അടുത്തേക്ക്. നമ്മുടെ ഡോക്ടർ ആരാ? നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണം കർത്താവിന്റെ അടുത്തിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി വർത്തിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, പരിഹാരമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിന് പരിഹാരം തരാൻ, എന്നെ ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണല്ലോ ഞാൻ അതിനെ വിട്ട്, ന്യായപ്രമാണ സംബന്ധമായി ഞാൻ മരിച്ച് അതിനെ വിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ഓടി പോകുന്നത്, അല്ലേ? ഇതിനെന്റെ കുഴപ്പം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ പരിഹാരം കിട്ടണമെങ്കിൽ എന്റെ പാപം എന്തെന്ന് ഇത് പറഞ്ഞു തരും. പക്ഷെ ഇതിന്റെ പരിഹാരം ഇതിനില്ല. ഇതിന്റെ പരിഹാരം കർത്താവിന്റെ അടുക്കല. അതുകൊണ്ടാണ് ഇത് ചൂണ്ടിത്തരുന്നേ, അങ്ങോട്ട് പൊക്കോ, ആ ഡോക്ടർ അടുക്കിലേക്ക് പൊക്കോ, നിന്റെ പ്രശ്നം ഇതാ, അങ്ങോട്ട് പൊക്കോ. ഇതാ ന്യായപ്രമാണം ചെയ്യുന്നത്. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രവർത്തി 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു, ന്യായപ്രമാണമില്ലാത്തിടത്ത് ലംഘനവുമില്ല.
നമ്മുടെ അപ്പോസ്തലൻ പറയുക 4-ാം അധ്യായത്തില്, പാപം എന്നത് ലംഘനമാണെങ്കിൽ ലംഘിക്കാൻ പ്രമാണം വേണ്ടേ? ഹല്ലേലൂയ. ലംഘിക്കാൻ പ്രമാണം വേണം. അതുകൊണ്ട് പാപത്തെ അക്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയ ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ പ്രമാണത്തെ, ലോയിനെ വെച്ചിരിക്കുന്നത്. നമ്മൾ എന്താണ് പ്രിയരെ ചിന്തിച്ചു വരുന്നത്? ന്യായപ്രമാണത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ശുശ്രൂഷ എന്ത്? അപ്പോസ്തലൻ പറയുക, ഇത് നിങ്ങളെ നിങ്ങളുടെ കുഴപ്പം എന്തെന്ന് കാണിച്ചു തരും, എന്നിലുള്ള പാപത്തെ വെളിവാക്കി തരും. ഹല്ലേലൂയ. ഒപ്പം ഞാനൊരു പാപിയാണെന്നെണ്ണും. കാരണം പാപം എന്താ? പാപം ലംഘനമാണ്. ലംഘിക്കാനായിട്ട് എന്ത് ലംഘിക്കണം? നിയമം ലംഘിക്കണം. ഞാൻ ദൈവം വെച്ചിരിക്കുന്ന ന്യായപ്രമാണ ലംഘനത്തിലൂടെ ഞാൻ പാപിയായിത്തീർന്നു. ഐ അക്കൗണ്ട് ദാറ്റ് ഐ ആം എ സിന്നർ. ഹല്ലേലൂയ. ഇതാണ് അതിന്റെ ഒന്നാമത്തെ ശുശ്രൂഷ. നമ്മളത് കണ്ടിട്ട് കഴിഞ്ഞ ആഴ്ച. രണ്ടാമത്തത് അതിന്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ഹല്ലേലൂയ. ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു? ഇത് മോഹത്തെ ജനിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത് എന്നെ ലംഘിക്കാനായിട്ട് ഉത്തേജിപ്പിക്കുകയാണ്. കാരണം ന്യായപ്രമാണം ഇല്ലെങ്കിൽ പാപം നിർജ്ജീവമാണ്. കാരണം ഒരു നിയമമുള്ളത് ലംഘിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു പ്രവണത. ഞാനതിനെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഒരു കുട്ടിയോട് നീ വീട്ടിൽ തന്നെ ഇരിക്കണം, പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വരുമ്പോൾ കുട്ടി വീടിന് പുറത്തായിരിക്കും. കാരണം അതൊരു മനുഷ്യന്റെ നേച്ചറാ, പ്രമാണത്തെ ലംഘിക്കുക എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, പ്രമാണമുള്ളപ്പോൾ ലംഘിക്കുക എന്ന മോഹത്തെ ഉത്തേജിപ്പിക്കുന്നു. അതൊരു ശുശ്രൂഷയാ പ്രമാണത്തിന്റെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ന്യായപ്രമാണം കൂടാതെ പാപം നിർജ്ജീവമാണ്. ഈ അരുത് എന്നുള്ളതിനെ ലംഘിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു പ്രവണതയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 56-ാം വാക്യം ഞാൻ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 15-56. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? അതിന്റെ അടുത്ത വാക്യം, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുക, പാപത്തിന്റെ ശക്തിയോ, 56-ാം അധ്യായം, ന്യായപ്രമാണം. ന്യായപ്രമാണത്താലാ പാപം ശക്തിപ്പെടുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് കൽപ്പന ദൈവം തന്നു അല്ലേ? വിഗ്രഹം ഉണ്ടാക്കരുത്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഹലേ, ഇതല്ലേ ഇന്ന് സകലമാന സഭകളിലും ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കൽപ്പന വളരെ കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഞാനല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കുകയോ കുമ്പിടുകയോ ഒന്നും ചെയ്യരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. അത് നേരെ അതിനെ ലംഘിക്കുക, അതിനെ ലംഘിച്ച് പാപം ശക്തിപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ന്യായപ്രമാണത്തിന്റെ മറ്റൊരു ശുശ്രൂഷയ മോഹം എന്നിൽ ഉണ്ടാക്കുക. പ്രമാണം വെച്ചത് കൊണ്ടാണല്ലോ അല്ലെ? മോഹിക്കുക എന്ന് പറയുന്നില്ലായിരുന്നെങ്കിൽ മോഹം പാപമാണെന്ന് ഞാൻ അറിയത്തില്ലായിരുന്നല്ലോ. കൊല്ലരുത്, വെടക്ക് കണ്ണോടെ നോക്കരുത്, എന്റെ പ്രിയരെ, ഈ പ്രമാണങ്ങളല്ലേ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന പ്രമാണങ്ങളല്ലേ, നിയമങ്ങളല്ലേ സഭകളെ ഭിന്നിപ്പിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. കൊളോസി ലേഖനം 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ. കൊളോസി ലേഖനം
2-ാം അധ്യായം 20-21 വാക്യം ഇപ്രകാരം: നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത്? ഹല്ലേലൂയ. സീ, എന്റെ പ്രിയരെ, നമ്മൾ ചട്ടങ്ങൾക്കല്ല കീഴ്പ്പെടേണ്ടത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനാണ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ചട്ടങ്ങൾ, മനുഷ്യൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചട്ടങ്ങളാ മിക്ക സഭകളെയും ഭിന്നിപ്പിക്കുന്നത്. ഞാനൊരു ഉദാഹരണം, പത്രോസ് കൊർനെല്യൂസിന്റെ ഭവനത്തിൽ പോയി വന്നപ്പോൾ കൊർനെല്യൂസിന് ആത്മാഭിഷേകം ലഭിച്ചതും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതോ അന്യഭാഷയിൽ സംസാരിച്ചതോ അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടതൊന്നും അല്ലായിരുന്നു യെരുശലേം സഭയിലെ ഈ വിമതരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണെന്നറിയോ? പത്രോസ് അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിച്ചു. നിങ്ങൾ ജാതികളുടെ കൂടെ തിന്നുകുടിച്ചു, അതായിരുന്നു പ്രശ്നം. അവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതോ അവർ രക്ഷിക്കപ്പെട്ടോ എന്ന് അവർക്ക് പ്രശ്നമല്ല. ഇതാണ് നമ്മൾ മനുഷ്യനുണ്ടാക്കുന്ന ചെറിയ ചെറിയ നിയമങ്ങൾ, അതാണ് സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്ന 7-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. അവിടെയാണ് ന്യായപ്രമാണത്തിന്റെ 3-ാമത്തെ ശുശ്രൂഷ കാണുന്നത്. 7-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, എനിക്ക് ജീവൻ തരാനായിട്ടാണ് ദൈവം കൽപ്പനകൾ തന്നത്. എങ്കിലും ഈ കൽപ്പനകൾ എനിക്ക് ലഭിച്ചതോടെ എൻ്റെ ജീവൻ പോയി, പകരം ജീവൻ നഷ്ടപ്പെട്ടു, ഞാൻ മരണത്തിലേക്ക് പോയി. പാപത്തിന് ഒരവസരം കിട്ടി, എന്നെ ചതിച്ചു, എന്നെ കൊന്നു എന്ന് വേണേൽ പറയാം. ഹല്ലേലൂയ. ന്യായപ്രമാണം എന്നെ കൊല്ലുന്നു. 3-ാമത്തെ ശുശ്രൂഷയാണ്. ഒന്ന്, ന്യായപ്രമാണം എൻ്റെ പാപത്തെ വെളിപ്പെടുത്തുന്നു. ന്യായപ്രമാണം എന്നിൽ മോഹത്തെ ജനിപ്പിക്കുന്നു. 3-ാമത്, ന്യായപ്രമാണം എന്നെ കൊല്ലുന്നു. അതാണ് ഇവിടെ 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കുകയും, ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി. ഹല്ലേലൂയ. ജീവനായി എനിക്ക് ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി. ഞാൻ ആ ഗലാത്യ ലേഖനത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിക്കാം. അല്പം കൂടെ എൻ്റെ പ്രിയരെ, ഇതൊരു അല്പം ഹാർഡായിട്ടുള്ള ഒരു മീറ്റാണ്. അപ്പൊ നമ്മളൊരല്പം പ്രാർത്ഥനയോടെ ഇതൊന്ന് ഗ്രഹിപ്പാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചിരിക്കുക. 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല. ജീവിപ്പിക്കുവാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത ലഭിക്കേണ്ടതിന് തിരുവെഴുത്തെല്ലാവരെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ജീവൻ നൽകുവാൻ, ജീവിപ്പിക്കുവാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എൻ്റെ പ്രിയ, അതിന്റെ അർത്ഥം, ലോ cannot give you life, rather it kills you. ന്യായപ്രമാണം നമുക്ക് ജീവനല്ല, പകരം നമ്മളെ കൊല്ലുകയാ ചെയ്യും. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കൊരു ചിന്ത ഉണ്ടാവാം. ന്യായപ്രമാണം എന്ന് ബ്രദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇത് എന്നെ ബാധിക്കുന്നൊരു കാര്യമല്ലല്ലോ. ഇത് ന്യായപ്രമാണം യഹൂദന്മാർക്ക് കൊടുത്ത പ്രമാണത്തെക്കുറിച്ചാണോ ഈ പറയുന്നത്? എന്താണ് ഇവിടെ? ഇത് ഞാനുമായിട്ടുള്ള എൻ്റെ ലൈഫിലേക്കുള്ള ആപ്ലിക്കേഷൻ എന്താ?
ഇതെന്നെ ബാധിക്കുന്നതല്ലല്ലോ ബ്രദറെ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ ലേഖനം എഴുതുന്നത് അഭക്തരായവർക്ക് വേണ്ടിയിട്ടല്ല, രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ്. അപ്പസ്തോലൻ ഈ ലേഖനത്തിലൂടെ സംസാരിക്കുന്നതും രക്ഷിക്കപ്പെട്ടവരോടാ, ദൈവമക്കളോടാ, പ്രമാണത്തിൽ നിന്ന് വിട്ടുപോകുന്നവരോടാ, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരോടാ, കൃപയ്ക്ക് ദാസന്മാരായിരിക്കുന്നവരോട് അപ്പസ്തോലൻ പറയുന്നത് ഈ 7-ാം അധ്യായം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ പ്രിയ, രക്ഷിക്കപ്പെട്ട് എന്ന് വിശ്വസിക്കുന്ന പല വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവരറിയാതെ തന്നെ ജീവിതത്തിൽ നിയമവാദികളായി മാറുക. അപ്പോ ഇങ്ങനെ മാറുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിയമങ്ങൾ നമ്മെ വളർത്തത്തില്ല, നമ്മളെ നന്നാക്കുകയുമില്ല. നിയമം എന്ത് ചെയ്യുന്ന നമ്മൾ നേരത്തെ പഠിച്ചത്? നിയമം എൻ്റെ പാപത്തെ വെളിപ്പെടുത്തി അത് സജീവമായി മാറി എൻ്റെ ജീവിതത്തിൽ എന്നെ ചതിച്ചു, എന്നെ കൊന്നു. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പല സഭകളും നിയമങ്ങൾ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമം it will never ever help a devout, a believer to grow spiritually. നിയമത്താൽ ഒരു വ്യക്തിക്ക്, നിയമങ്ങൾ പ്രകാരം ഒരു ക്രിസ്തീയ ജീവിതം അനുഷ്ഠിച്ചു കൊണ്ടുപോരുന്ന ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഒരു രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനിയെ കുറിച്ച് പറയുന്നത്, ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ റെസ്പോൺസിബിൾ ലൈഫ്. ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാ ഒരു നിയമം വന്നിട്ട് അതിന്റെ കീഴിലോട്ട് അങ്ങനെ ജീവിക്കാൻ എളുപ്പമാ പ്രിയരെ. ഒരു നിയമം അനുസരിച്ച്, അതാ ഞാൻ പറഞ്ഞത്, നിയമം അനുസരിച്ച് ജീവിക്കാൻ എളുപ്പമാ. അല്ലാതെ ജീവിക്കുന്നവരുണ്ടല്ലോ, ആര് പറയുന്നത് കേട്ട് ജീവിക്കണം, പരിശുദ്ധാത്മാവ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് കേട്ട് ജീവിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ പറ്റിയ ഹൃദയത്തിന് ഒരുക്കം ഉണ്ടായിരിക്കും. ഒരുക്കമുള്ളവനെ കേൾക്കുവാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളോട് പറയുന്നത് അതനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ആ ഒരു ബന്ധമുള്ളവനെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്ത്യൻ ലൈഫ് ഒരു റെസ്പോൺസിബിൾ ലൈഫാണ്, അതൊരു ഈസി ലൈഫ് അല്ല. അതേസമയം ഒരു ടൈം ടേബിൾ പോലെ കുറെ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് അതുപോലെ വെള്ളിയാഴ്ച ചർച്ചിൽ പോകണം, എല്ലാ മാസത്തിന്റെ അവസാനം ബുധനും വ്യാഴം ഉപവാസം, അന്ന് എല്ലാവരും ഉപവസിക്കും. ഇതൊന്നും ബന്ധത്തിൽ നിന്നുണ്ടാവുന്നതല്ല. നമ്മുടെയൊക്കെ ചിന്ത ഇങ്ങനെ എന്തൊക്കെയോ ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആത്മീയത എന്നാണ്. അങ്ങനെയല്ല. ആത്മീയത കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഈ ബന്ധം എത്രത്തോളം ദൃഢമാകുന്നു അതനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ രക്ഷയിൽ നാം വളരുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പല സഭകളും വിശ്വാസികളെ നിയമത്തിന് അടിമകളാക്കി വെച്ചിരിക്കുക. ചിലപ്പോ ഒരു സഭയ്ക്കടിമയായിരിക്കാം, ചിലപ്പോ ഒരു പാസ്റ്ററിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ ഈ വിശ്വാസി വായിച്ചൊരു പുസ്തകത്തിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ ആ വിശ്വാസിയെ മെന്റർ ചെയ്യുന്ന മെന്ററിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ ഈ വിശ്വാസി രക്ഷിക്കപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഒരു വ്യക്തിയെ ഒരു നല്ല മോഡലായിട്ടുള്ള ഒരു പാസ്റ്ററെ കണ്ടുപിടിച്ച് ആ വ്യക്തിക്ക് അടിമയായിരിക്കാം. ചിലരെ കണ്ടിട്ടില്ലേ,
ചില സഭകളിൽ നിൽക്കുന്നവര് ഫൂളിഷ്നെസ് പഠിപ്പിക്കുന്ന, എന്നാലും വിട്ടുപോരത്തില്ല. അവരറിയാതെ തന്നെ അതിന്റെ അടിമയായിരിക്കുക. ചിലരുടെ എന്നോട് പണ്ട് ഒരിക്കലും ഒരു ആളിങ്ങനെ പറഞ്ഞ, ആ പാസ്റ്ററെ കണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുക. ആ വ്യക്തിക്ക് അടിമയാ. പാസ്റ്റർ അല്ല, ക്രിസ്തുവിനെയാ കാണേണ്ടത്. എന്റെ പ്രിയരെ, ഞാന് രക്ഷിക്കപ്പെട്ട് ഈ ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ദൈവം എന്നെ ആ നിലയിൽ ഉപയോഗിക്കുവാനായിട്ട് എന്നെ ആ ഒരു പ്യൂപ്പ സ്റ്റേജിലായിരുന്നപ്പോൾ ദൈവം എന്നെ വചനം അറിയിക്കാണ്ട് എന്നിലേക്ക് അയച്ച ദൈവദാസന്മാര് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയ ബ്ലെസ്സിങ് എന്നാന്ന് വെച്ചാല്, ഇവരാരും തങ്ങളിലേക്ക് എന്നെ അടുപ്പിച്ചില്ല. They directed me to the word of God. They always directed me to the word of God. ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. അതുകൊണ്ടാ ഇവരൊക്കെ മനുഷ്യൻ പിന്നീടാണെങ്കിലും മാറാം, ഡോക്ട്രിൻസ് മാറാം. എത്രയോ ഡോക്ട്രിൻസ് വന്നു 1-ാം നൂറ്റാണ്ടിற்கு ശേഷം. എന്റെ പ്രിയ, നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലും വചനത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഡിക്റ്റേഷൻസിലും ആണെങ്കിൽ ആര് മാറിപ്പോയാലും എന്തു സംഭവിച്ചാലും നമുക്ക് ഉറപ്പുണ്ട്, നമുക്ക് ബലമുണ്ട്, നമുക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല, ആർക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അടിസ്ഥാനം എവിടെയായിരിക്കണം? പക്ഷെ ഇന്ന് അങ്ങനെയല്ല കാണുന്നത്. ഇന്ന് വ്യക്തികളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ല ചില സഭയുടെ ഡോക്ട്രിൻസിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, അങ്ങനെയല്ലേ? എന്നിട്ട് നമ്മൾ പറയുന്നത് ഞാൻ നിയമവാദിയല്ല. ഞാന് ഇത് വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ സ്പിരിച്വൽ ലീഡേഴ്സിനെ കുറിച്ചും ഒരു കാര്യം ഇവിടെ ഒന്ന് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഈ സ്പിരിച്വൽ ലീഡേഴ്സ് ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക്, ഹല്ലേലൂയ, they should never dictate rules. അതാ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ കർത്തൃത്വം ഏറ്റെടുക്കുവാൻ പാടില്ല, മാതൃകയുള്ളവരാകാം. നമുക്ക് ആ വാക്യം വായിച്ചു പോയാലേ അത് അല്പം കൂടെ നിങ്ങൾക്കത് ഗൃഹസ്ഥമാകും. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 1 Corinthians 1:24. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം ഉള്ളവർ എന്നല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, സ്പിരിച്വൽ ലീഡേഴ്സ് വിശ്വാസികളുടെ മേൽ കർത്തൃത്വം നടത്താനായിട്ടല്ല. കാരണം കർത്താവ് നമുക്കൊന്നേ ഉള്ളൂ, കർത്താവാണ് കർത്തൃത്വം നടത്തേണ്ടത്. ഹല്ലേലൂയ. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നില്ലേ? 16-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുകയാൽ എന്നെ കാത്തുകൊള്ളണേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഈ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് പല കർത്താക്കളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നേ. എന്നാൽ ഇപ്പോഴോ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് മാത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട് അത്? കർത്താവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ കർത്താവ്. അവിടുന്ന് എനിക്ക് വേണ്ടി കാൽവരി രക്തം ചൊരിഞ്ഞത്, അവിടുന്ന് എന്നെ വീണ്ടെടുത്തത്. ഈ ലോകത്തിന് എടുക്കാനോ ഈ ലോകത്തിന് തരാനോ പറ്റാത്ത ഒരു വലിയ അനുഗ്രഹം എനിക്ക് തന്നത് അവിടുന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അതുകൊണ്ട് സ്പിരിച്വൽ ലീഡേഴ്സ് അവർക്ക് കർത്തൃത്വം നടത്തേണ്ട ആവശ്യമില്ല.
നമുക്ക് അന്യോന്യം പ്രബോധിപ്പിക്കാം, നമുക്ക് അന്യോന്യം സഹായിക്കണം. നമ്മൾ തീർച്ചയായിട്ടും അന്യോന്യം പ്രബോധിപ്പിക്കണം, സഹായിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നിനക്കുള്ള നിയമം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മുടെ അനുഭവങ്ങൾ ഒന്നിന്റെയും അടിസ്ഥാനമല്ല കേട്ടോ. എൻ്റെ അനുഭവങ്ങളുടെ മേൽ ഞാൻ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ പാടില്ല. നിയമങ്ങൾ എന്തു വേണം, അതെല്ലാം ദൈവം നേരത്തെ നമുക്ക് എന്നേക്കും മാറ്റമില്ലാതിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ തന്നിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വേറെ ഒന്നും വേണ്ട. വേണ്ടതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. അത് അല്പം കൂടെ അപ്പോസ്തലനായ പൗലോസ് തീമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ അല്പം കൂടെ വ്യക്തമാക്കി അത് പറയുന്നുണ്ട്. 1 തീമോത്തി 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചാല് അല്പം കൂടെ അതിന്റെ ഒരു ക്ലാരിറ്റി വരും. 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. 1 തീമോത്തി, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു? അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. എങ്ങനെ? സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി. അപ്പോസ്തലൻ പറയുക, നിന്നോട് പറഞ്ഞെങ്കിൽ അത് നിനക്കിരിക്കട്ടെ, മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഹല്ലേലൂയ. കല്യാണം കഴിക്കാതെ ജീവിക്കണം, അത് ഒരു നിയമമാക്കാൻ പാടില്ല. ഞാൻ ചായ കുടി അങ്ങ് മാറ്റിയപ്പോ എനിക്ക് ഇനി സംഭവിച്ചു, എന്നാ ഇനി എല്ലാവരും ചായ കുടിക്കണ്ടെന്നാണോ? അങ്ങനെയല്ല. നോൺ വെജ് കഴിക്കുന്നത് ശരി, അതുകൊണ്ട് ഇനി വെജേ കഴിക്കാവൂ. ഞാൻ വെജ് കഴിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെയാ, അതുകൊണ്ട് ഇനി എന്റെ അനുഭവം അത്, അതുകൊണ്ട് ഇനി എല്ലാവരും. അങ്ങനെയൊന്നും അല്ല പ്രിയരെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുസ്തകം കൃത്യമായിട്ട് പറയുന്നത്, നിനക്കുള്ള നിയമം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. നമ്മുടെ അനുഭവങ്ങളുടെ മേൽ നാം നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നേതാക്കന്മാരും ശ്രദ്ധിക്കണം, വിശ്വാസികളും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വളർച്ച മുരടിച്ചു പോകും. നിയമങ്ങൾ ആത്മീയതയെ, വിശ്വാസികളുടെ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന്റെ ആത്മീയതയെ നിഗ്രഹിച്ചു കളയും, കൊന്നുകളയും. അതായത് നേരത്തെ പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആത്മീയത എന്ന് പറഞ്ഞ പലരുടെ, എനിക്ക് തോന്നുന്ന ഒരു നല്ല ശതമാനം, ഒരു വലിയ വിശ്വാസ സമൂഹം ഇങ്ങനെ കബളിക്കപ്പെട്ടിരിക്കുക. ആത്മീയത എന്നത് അനുഷ്ഠാനമോ ആചാരമോ അനുകരണങ്ങളൊന്നും അല്ല. ഹല്ലേലൂയ. ഞാൻ ഇപ്പോ ആയിരിക്കുന്ന ഈ ഭവനത്തില് ഇവര് എല്ലാം, എൻ്റെ പിതാവ്, മാതാവ്, എൻ്റെ ചർച്ച്, എൻ്റെ ജ്യേഷ്ഠന്മാര്, ഇവരെല്ലാം വേറൊരു നോമിനേഷനിൽ പോകുന്നവരാ. ഞാനത് കാണുമ്പോൾ എന്താ ചെയ്യുന്നത്, എന്താ പ്രാർത്ഥിക്കുന്നത്, എന്താ പ്രവർത്തിക്കുന്നത്, ഇതൊന്നും അറിയത്തില്ല. എന്തൊക്കെയോ ചെയ്യുന്നു. ഇതൊന്നും ബന്ധത്തിൽ നിന്നുള്ളതല്ല. ആത്മീയത ഞാനും കർത്താവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ്. എത്രത്തോളം ആ ബന്ധം സ്ട്രോങ് ആണോ അത്രത്തോളം ഫ്രീഡം ഉണ്ട്. ഈ ബന്ധം ഇല്ലാത്തത് കൊണ്ടാ നമുക്ക് ഫ്രീഡം ഇല്ലാത്തത്. ഭയമാ, പേടിയാ. അങ്ങനെ ചെയ്യാവോ, ഇങ്ങനെ ചെയ്യാവോ, അവിടെ ഇരിക്കാവോ, അവിടെ നിൽക്കാവോ.
എന്റെ പ്രിയരെ, നമുക്ക് ശരിക്കും കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്കാവണം. അതുകൊണ്ടാ എന്റെ അടുക്കലേക്ക് വരുവീൻ. ഹല്ലേലൂയ. നമ്മൾ എന്തിനാ സ്നാനമേറ്റത്? നമ്മൾ എന്തിനാ സ്നാനമേറ്റത്? നമ്മൾ സ്നാനമേറ്റത് ക്രിസ്തുവിനോട് ചേരുവാൻ, അല്ലേ? ക്രിസ്തുവിനോട് ചേരുവാനായിട്ടല്ലേ സ്നാനമേറ്റത്? ഞാനത് പറയുമ്പോൾ ഉടനെ ചിന്തിക്കുന്നു, ബ്രദറെ, അങ്ങനെയാണ് ഇനി സഭയിൽ ഇനി എല്ലാവരും നിഷേധികളായിട്ടിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി സഭയിലെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സഭാ പാസ്റ്റർമാരോ സഭാ ശുശ്രൂഷകന്മാരോ പറയുന്നതിനെല്ലാം എതിരാക്കി നിഷേധിച്ചിരിക്കണം എന്നല്ല ഉദ്ദേശിക്കുക. അതല്ല ഞാൻ പറഞ്ഞ എന്റെ സാരം. എന്റെ ജീവിതത്തെ സംബന്ധിച്ചും ദൈവം എനിക്ക് ഒരുക്കുന്ന നിത്യതയെ സംബന്ധിച്ചുമുള്ള അവസാന വാക്ക് ഒരു നേതാവിൻ്റെയോ ഒരു നേതാവ് എഴുതിയ പുസ്തകത്തിൻ്റെതോ ആയിരിക്കരുത്. The ultimate final word should come from Jesus Christ. അവസാന വാക്ക് കർത്താവിൽ നിന്നായിരിക്കണം. ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളവിടെ മീറ്റ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞത്, സ്നേഹത്തിൽ നിന്ന്, കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നല്ല നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുന്നതെങ്കിൽ നമുക്ക് മുൻപോട്ട് വളർന്ന് ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അത് അല്ലാത്തവരെ കുറിച്ച് വരുന്ന ഐ നെവർ ന്യൂ യു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല. കർത്താവേ, ഞാൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ പ്രവചിച്ചു, ഞാൻ അനേകരോട് പല കാര്യങ്ങളും അനേകർക്ക് വേണ്ടി ചെയ്തു, വളരെ അധികം പുണ്യപ്രവർത്തികൾ ചെയ്തു. കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നില്ല, കാരണം എനിക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ, എനിക്ക് കർത്താവിനെ അറിയാമെന്നുള്ളതല്ല, കർത്താവിന് എന്നെ അറിയാമോ? കർത്താവിന് എന്നെ അറിയാമെങ്കിൽ ദ ഗേറ്റ് ഈസ് ഓപ്പൺ ടു ഇറ്റേണിറ്റി. ഹല്ലേലൂയ. എന്റെ കൂട്ടം എന്നെ അറിയുന്നു, ഞാൻ അവയെ അറിയുന്നു. ഹല്ലേലൂയ. അവ എന്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ഈ ബന്ധമാണ് എൻ്റെ പ്രിയരെ വളരെ ഇമ്പോർട്ടന്റ്. കർത്താവുമായിട്ട് ആ നിലയിൽ ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആരെന്ത് പറഞ്ഞാലും, എന്തും എങ്ങനെയും പറഞ്ഞോട്ടെ, എനിക്ക് പേഴ്സണലായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വാക്കുകൾക്ക് ദൃഢതയുണ്ടാവും, ഉറപ്പുണ്ടാവും, ഒരു കൺഫർമേഷൻ ഉണ്ടാവും. ബന്ധം നമുക്കുണ്ടാകുന്നത് വചനപുസ്തകത്തിലൂടെയാണ്. അതുകൊണ്ടാ നമ്മൾ ഏറ്റവും വായിക്കാൻ ഇഷ്ടപ്പെടേണ്ട പുസ്തകം ബൈബിളാണ്. We should add nothing to it, delete nothing to it. നമ്മൾ ഒന്നും അതിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യരുത്, ഒന്നും അതിൽ നിന്ന് നീക്കുകയും അരുത്. അപ്പോ ബ്രദറെ, ഇനി മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒന്നിന്റെയും നമ്മൾ എക്സ്ട്രീമിലേക്ക് പോകരുത് എൻ്റെ പ്രിയരെ. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഓർമ്മിക്കാറില്ല, ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ബാലൻസ്ഡ് ലൈഫ്. ഒന്നിന്റെയും എക്സ്ട്രീമിലേക്ക് പോകരുത്. എന്നാൽ ഈ പുസ്തകങ്ങൾ ഒന്നും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാനും പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ബൈബിൾ ആയിരിക്കണം ദ അൾട്ടിമേറ്റ് ആൻസർ. കർത്താവായിരിക്കണം ദ അൾട്ടിമേറ്റ് മോഡൽ. ഹോളി സ്പിരിറ്റ് പറയുന്നതായിരിക്കണം ദ അൾട്ടിമേറ്റ് വി ഷുഡ് ലിസൺ ടു. ഹല്ലേലൂയ. കാരണം മനുഷ്യനും പുസ്തകങ്ങൾക്കും, men and books can give a lot of information, but only Holy Spirit can illuminate you.
Only Holy Spirit can inspire you. Only Holy Spirit can transform you. എന്റെ പ്രിയരെ, നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ, നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കാൻ, നമ്മില് രൂപാന്തരം കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കഴിയും. അൾട്ടിമേറ്റ്ലി ടെമ്പറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായെന്ന് വരാം ചില പുസ്തകങ്ങളിലൂടെയോ വ്യക്തികളിലൂടെയോ, പക്ഷേ ആ അൾട്ടിമേറ്റ് ചേഞ്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില. അനാദി മുതലേ വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ത്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മച്ചിയായ എലിസബത്തിന്റെ ഉദരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ടായി, ജീവനുണ്ടായി. കന്യകയായ മറിയത്തിന്റെ ഉദരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു, അത്ഭുതകരമായി ജീവൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ജനനം. പരിശുദ്ധാത്മാവിനെ നമ്മെ രൂപാന്തരപ്പെടുത്താനോ നമ്മളെ പ്രചോദിപ്പിക്കാനോ നമ്മുടെ ഹൃദയത്തെ പ്രകാശദീപ്തമാക്കാനോ സാധിക്കുകയുള്ളൂ പ്രിയരെ. ഹല്ലേലൂയ. മറ്റൊന്നിനും, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദ ഹോളി സ്പിരിറ്റ് ക്യാൻ എൻലൈറ്റൻ, എംപവർ ആൻഡ് എനേബിൾ യു. എൻലൈറ്റൻ, എംപവർ, എനേബിൾ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്ക് ഒരർത്ഥം നമുക്ക് മനസ്സിലായേ. അതിന്റെ ഗൂഗിളിലുള്ള ശരിക്കും മലയാള അർത്ഥത്തോടൊന്ന് പറഞ്ഞാൽ അല്പം കൂടെ ഒന്ന് നമുക്ക് അറിയാൻ മേലാത്തൊരു തലത്തിലോട്ട് നമ്മുടെ ആ അർത്ഥം കൊണ്ടുപോകും. എൻലൈറ്റൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിപ്പിക്കുക, എന്നെ ബോധദീപ്തമാക്കുക, എന്റെ ബോധത്തെ പ്രകാശിപ്പിക്കുക, അന്ധവിശ്വാസങ്ങളെ നിന്ന് മോചിപ്പിക്കുക. ഇതാ എൻലൈറ്റൻ. എനേബിൾ എന്ന് വെച്ചാൽ എന്താ? എനിക്കില്ലാത്ത ഒരു കഴിവ് തരും, എന്നെ പ്രാപ്തനാക്കും, എന്നെ നിർത്തും. എനിക്ക് നിൽക്കാനുള്ള ശേഷിയില്ല, പക്ഷെ എന്നെ നിർത്തും. ഹല്ലേലൂയ. എംപവർ എന്ന് ചേർത്തത് എന്നെ അധികാരപ്പെടുത്തും, എന്നെ ചുമതലപ്പെടുത്തും. ഇത് പരിശുദ്ധാത്മാവിനെ സാധിക്കുള്ളൂ. അതുകൊണ്ട് കം ബാക്ക് ടു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നമ്മുടെ സമയം കഴിയാറായല്ലോ. ഇതിന്റെ നാലാമത്തെ ശുശ്രൂഷയുടെ പറഞ്ഞു വേണം അവസാനിപ്പിക്കാൻ. ന്യായപ്രമാണം എൻ്റെ പാപത്തിന്റെ ശക്തി. 7-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. വേഗം വായിച്ച് നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. 7-ാം അധ്യായത്തിന്റെ 12-13. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നു ഒരു നാളും വരുത്. പാപം എത്രയും മരണമായി തീർന്നത്, അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണമുളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിന് കൽപ്പനയാൽ അത്യന്തം പാപമായി തീർന്നു. ഹല്ലേലൂയ. ഈ പാപത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് ന്യായപ്രമാണമാണ്. കാരണം പാപം കൽപ്പന വന്നപ്പോഴാ അത്യന്തം പാപമായി തീർന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവുന്നത്, ദ ലോ റിവീൽസ് ദ സിൻഫുൾനെസ് ഓഫ് സിൻ. ചിലപ്പോൾ അതാ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കുന്നു. ദ ലോ റിവീൽസ് ദ സിൻഫുൾനെസ് ഓഫ് സിൻ. കാരണം ഒരു മനുഷ്യന് വി ഡോണ്ട് വാണ്ട് ടു നോ ദ സിൻഫുൾനെസ് ഓഫ് അവർ സിൻ, ഇല്ലേ? നമ്മുടെ പാപത്തിന്റെ ആ പാപപ്രകൃതം അല്ലെങ്കിൽ ആ പാപത്തിന്റെ ആ സിൻഫുൾനെസ് നമുക്കറിയാൻ, അത് നമ്മൾ ചെയ്യുന്ന പാപം എത്ര വൃത്തികെട്ടതാണെന്ന് അറിയുവാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്ന പാപത്തിന് നമ്മൾ ചില പേരുകളൊക്കെ ഇട്ടേക്കുന്നത്. എന്താ പേര്? ബ്രദറെ, അതൊരു വീഴ്ച പറ്റി, പറ്റിപ്പോയി, ഒരബദ്ധം പറ്റി, അല്ലേ? ഹല്ലേലൂയ. പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റി. എന്നിട്ട് ചോദിക്കും, എന്റെ ബ്രദറെ, ആരാ വീഴാത്തത്? ആർക്കാ ഒരു അബദ്ധമൊക്കെ പറ്റാത്തത്
എൻ്റെ പ്രിയരെ, ഈ അബദ്ധവും തെറ്റും പറ്റിപ്പോകലും ഇതെല്ലാം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ മുൻപിൽ ഇതിന് ഒരു പേരേ ഉള്ളൂ: പാപം. ഇതിന് ചെറുതും വലുതൊന്നുമില്ല. ചെറുതാണെങ്കിൽ ഡോണ്ട് വറി, അത് വലുതായിക്കോളും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ പണ്ടൊരു ഫോറസ്റ്റ് ഗാർഡ് തനിക്കൊരു പുള്ളിപ്പുലിയെ കിട്ടി. അത് കുഞ്ഞു പുള്ളിപ്പുലിയായിരുന്നു. കൊണ്ടുവന്നപ്പത്തിന് അതൊരു പൂച്ചയുടെ മുഴുപ്പൊക്കെ ഉള്ളൂ. പക്ഷെ ആൾക്കാർ പറഞ്ഞു ഇതിന് വളർത്തരുത്, ഡേഞ്ചറസ് ആണ്, ഇത് വളർത്തരുത്, കുഞ്ഞു പുള്ളിപ്പുലി. പക്ഷെ അയാളത് കേട്ടില്ല. അത് വളർന്ന് വലുതായി. ഒരിക്കലും ഈ ഫോറസ്റ്റ് തന്റെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ തന്റെ വീട്ടിലിരുന്ന കുഞ്ഞിന്റെ ദേഹത്തൊരു മുറിവുണ്ടായി. ഈ പുള്ളിപ്പുലി, വലിയ പുള്ളിപ്പുലി വന്ന് ഈ രക്തം നക്കി അതിന്റെ രുചി മനസ്സിലായി, കുഞ്ഞിനെയും തിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പുള്ളിപ്പുലിയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെ ഒരു തടവറയിലാക്കി ഇട്ടിരിക്കുകയാണ്. ഈ പുള്ളിപ്പുലിയുടെ ശക്തി എത്രത്തോളം, അല്ലെങ്കിൽ അതിന്റെ ആ ഇന്റൻസിറ്റി, പാപമെന്ന ആ പുള്ളിപ്പുലിയുടെ ഇന്റൻസിറ്റി നമ്മുടെ ഉള്ളിലുള്ളത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ന്യായപ്രമാണമാണ്. നമ്മൾ അതിനെ തെറ്റെന്നും വീഴ്ച എന്നൊക്കെ പറയുന്നെങ്കിൽ ന്യായപ്രമാണവുമായി വെച്ച് തട്ടിച്ചു നോക്കുമ്പോ ന്യായപ്രമാണം പറഞ്ഞാൽ ഇത് പാപ. നമ്മൾ എത്ര പേര് പറയും പാപം ചെയ്തെന്ന്? ഞാനൊരു പാപം ചെയ്തെന്ന്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, വീഴ്ച പറ്റിപ്പോയി, അങ്ങനെയല്ലേ നമ്മളതിനെ ലഘൂകരിക്കുകയെ. അപ്പോ അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, എന്നിലുള്ള പാപത്തിന്റെ തനി നിറം കാണണമെങ്കിൽ ന്യായപ്രമാണം വേണ്ടേ? എന്നിലുള്ള പാപത്തിന്റെ അതിന്റെ ആ ഇന്റൻസിറ്റി എനിക്ക് മനസ്സിലാക്കി, എത്രത്തോളം വെറുപ്പുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ന്യായപ്രമാണം വേണ്ടേ? ഹല്ലേലൂയ. ഇങ്ങനെ 4 കാര്യങ്ങളാ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയായിട്ട് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ റോമാലേഖനത്തിൽ വിവരിക്കുന്നത്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ പാപത്തെ നമ്മുടെ ഉള്ളിൽ നമുക്ക് പാപത്തെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണം മോഹത്തെ ജനിപ്പിക്കുന്നു. 3-ാമത്, ന്യായപ്രമാണം എന്നെ കൊല്ലുന്നു. 4-ാമത്, ന്യായപ്രമാണം എൻ്റെ പാപത്തിന്റെ ശക്തിയെ എനിക്ക് മനസ്സിലാക്കി തരുന്നു. ഇതൊരു ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയാണ് എൻ്റെ പ്രിയരെ. ഇതിനാ ദൈവം ഇത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ എൻ്റെ പ്രിയരെ, നേരത്തെ ഞാൻ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഇവിടെ പ്രശ്നം ന്യായപ്രമാണത്തിൻ്റെതല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുതേ. ന്യായപ്രമാണം വിശുദ്ധനായ ദൈവം തന്നതാ. ന്യായപ്രമാണം ന്യായമുള്ളത്. ഇവിടെ പ്രശ്നം എന്റേതല്ല. ഞാനോ ജഡമയൻ, എന്റെ പ്രകൃതമോ ജഡത്തിൻ്റെതായ പ്രകൃതം, എന്റെ പ്രകൃതം, എന്റെ നേച്ചർ, അതാ കുഴപ്പം. വിശുദ്ധനായ ദൈവം തന്ന വിശുദ്ധമായ ന്യായപ്രമാണത്തെ പൂർത്തീകരിപ്പാൻ പാപിയായ ജഡത്തിൽ ജനിച്ച ജഡപ്രകൃതമുള്ള എനിക്ക് സാധിക്കത്തില്ലാത്തത് കൊണ്ടാണ് ഇതെന്നെ കൊല്ലുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന, എടാ നിന്റെ പാപം എത്രത്തോളം ഉണ്ടെന്ന്, അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന്, അത് നിനക്ക് എന്ത് ഭവിപ്പിക്കുമെന്ന് നമ്മളെയൊക്കെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ചൂണ്ടുപലകയാ ഈ ന്യായപ്രമാണം. എന്നിട്ട് പൊക്കോ. എങ്ങോട്ട്? ഇതിന്റെ പരിഹാരം ഇവിടെ കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി വീണ്ടെടുത്ത് നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്ക്. അല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ മോഹം എന്നുള്ളത് ന്യായപ്രമാണം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് കർത്താവ് നോക്കുമ്പോൾ, ഹല്ലേലൂയ,
നമുക്ക് വെളിപ്പെടുത്തി തരിക, എന്നിൽ മോഹമുണ്ട്. ഹല്ലേലൂയ. മോഹിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അറിയുമായിരുന്നു ഹല്ലേലൂയ മോഹത്തിലൂടെ ഞാനൊരു പാപിയാണെന്ന്? അതിനാൽ എൻ്റെ പ്രിയരെ, നമ്മൾ ഈ 7 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിച്ചോണം, ഞാൻ ഇപ്രകാരം എൻ്റെ ക്രിസ്തീയ ജീവിതം ഒരു ടൈം ടേബിളിനുള്ളിലാക്കി വെച്ചിരിക്കുകയാണോ? ഞാൻ ഈ ചെല്ലുന്ന പ്രാർത്ഥനയും എൻ്റെ ഉപവാസവും എൻ്റെ ബൈബിൾ വായനയും എൻ്റെ പ്രാർത്ഥനയിലുള്ള പങ്കെടുപ്പും എൻ്റെ സഭായോഗവും ഒക്കെ അതൊക്കെ വെറും ഒരു ആചാരവും അനുഷ്ഠാനവുമാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയരെ, നമുക്ക് വളരാൻ പറ്റത്തില്ല, നമ്മൾക്ക് വളർച്ച ഉണ്ടാകുന്നില്ല. വെള്ളിയാഴ്ച ദിവസം, ഇവിടെ ഗൾഫിലാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഞായറാഴ്ച ദിവസം സഭയിൽ പോകുന്നത് പാസ്റ്റർ എന്തെങ്കിലും പറയുന്നോ, അല്ലെങ്കിൽ സഭാവിശ്വാസികൾ എന്തെങ്കിലും സംസാരിക്കുമെന്നോ, അല്ലെ പോയില്ലെങ്കിൽ വല്ലോ ഇടിവെട്ടി വല്ലോ പ്രശ്നം ഉണ്ടാവുമെന്നോ, കാർ ഇടിക്കുന്നു, വണ്ടി ഇടിക്കുന്നൊക്കെ പേടിച്ചിട്ടാണോ? അങ്ങനെയാണ് ബന്ധത്തിൽ നിന്നൊന്നുമല്ല. ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയോടുള്ള ആ ഇഷ്ടം കൊണ്ടാണോ? ദൈവവചനം കേൾക്കണമെന്ന് ആഗ്രഹം കൊണ്ടാണോ? കർത്താവിന്റെ മേശയിൽ നിന്ന് എനിക്ക് പങ്കുകാരാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ? ഹല്ലേലൂയ. അവിടെ ബന്ധമുള്ളൂ. അല്ലാത്തയിടത്തൊന്നും ഇത് വെറുതെ നമ്മൾ ചെയ്യുന്നതാ. ഇതൊന്നും നമുക്ക് നിത്യതയിലേക്ക് ഖനം കൂട്ടുന്നവയല്ല എൻ്റെ പ്രിയരെ. നമ്മളൊന്ന് സ്വയം ചിന്തിച്ചാണ്. അങ്ങനെയാണ് എങ്കിൽ നാം നിയമവാദികളാ, നിയമത്തിന്റെ കീഴെയാ, ഏതോ ആരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സ്കെഡ്യൂൾസിന്റെ കീഴെയാ നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ ഉടനെ നിങ്ങൾ ചിന്തിക്കരുത്, അപ്പൊ ബ്രദറെ ഇനി നിയമമൊന്നും വേണ്ടേ? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വിട്ടു പോയപ്പോൾ പിന്നെ ഇന്ത്യയിൽ നിയമമൊന്നും ഇല്ല, പിന്നെ തോന്നി വഴിക്കലാണോ? അങ്ങനെയല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു നിയമമുണ്ട്. നിങ്ങളെ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു ക്രിസ്തുവിനോട് ചേർന്നുവെങ്കിൽ ഒരു കർത്തൃ ന്യായപ്രമാണമുണ്ട്. ഇത് പലകകളിൽ അക്ഷരത്തിൽ എഴുതിയതല്ല, ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നതാ. ഇതാ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹം, ലവ്. അതുകൊണ്ടാ പറഞ്ഞത്, സകലതും സ്നേഹത്തിൽ നിന്നാവട്ടെ. ഹല്ലേലൂയ. ഒരു ദിവസം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ ആ നിലയിൽ ദൈവത്തോടുള്ള ആ ഒരു അടുപ്പത്തിലും ബന്ധത്തിലും സ്നേഹത്തിലും ആണോ? അതോ ഞങ്ങളുടെയൊക്കെ ഈ പരിപാടിയെല്ലാം വെറും പടക്കമാണ് കർത്താവേ? ഞങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങളെ നേടുവാനോ ഒക്കെയാണോ കർത്താവിനെ ഞങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്? ആസ് എ ബിഗ് ബ്രദർ ടു സേവ് ഫ്രം ഓൾ ഡിഫിക്കൽട്ടീസ്, അതാണോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇന്ന് ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് അതൊന്ന് വെളിപ്പെടുത്തി തരണേ. എന്നിട്ട് മാറുവാനായിട്ടുള്ള ഒരു തീരുമാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പകരണമേ. അതിനായിട്ടുള്ള റിസോഴ്സ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരണമേ. ഒരു ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് തരണേ കർത്താവെ. കർത്താവെ, ഞങ്ങൾക്ക് ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ രക്തം, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നുറുക്കിയ അവിടുത്തെ ശരീരം, അവിടുന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഭൂമിയിലേക്ക് താണ വേഷം ധരിച്ച്, കർത്താവ് മനുഷ്യന്റെ വേഷം ധരിച്ച് പാവമൊഴികെ സകലത്തിലും മനുഷ്യന് തുല്യനായി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ വീണ്ടെടുത്ത അവിടുത്തെ സ്നേഹമോർത്ത് കർത്താവ്, ഹല്ലേലൂയ, എനിക്ക് ഒരുക്കുന്ന ആ നിത്യഭവനത്തെ ഓർത്ത് ആ സ്നേഹത്തിൽ നിന്നാണോ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്? കർത്താവെ, അല്ല എങ്കിൽ കർത്താവെ എന്നെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മ അവസാനിപ്പിക്കുമ്പോൾ US നിന്ന് രാജനങ്ങള് ദയവേത് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് നമുക്കിന്ന് കൂട്ടായ്മ അവസാനിപ്പിക്കാം.
ലിനു ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യേ. മ്യൂട്ടായി. Yeah. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തില് തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ, കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എവിടെയായിരുന്നാലും കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് പതിയുവാൻ തക്കണമുള്ള പരിശുദ്ധാത്മാ ശക്തി ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ സഹായിക്കുമാറാണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ പുതുക്കത്തിൽ ജയിപ്പാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ ജീവിതത്തിൽ കർത്താവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാതെ, നിത്യത നഷ്ടപ്പെടുന്ന യാതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക ഇടവരാതെ എപ്പോഴും കർത്താവിനോട് കൂടെ ജീവിപ്പാൻ, കർത്താവിനെ ഉണ്മയായി സേവിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ അവിടെ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ, സഹായിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ പ്രിയദാസനെ അവിടുന്ന് ബലപ്പെടുത്തി സഹായിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ന്യായപ്രമാണത്തെ ശക്തിയെയും അത് എൻ്റെ അധികാരത്തെയും ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ കൂടെ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്യണമേ, സഹായിക്കണമേ. ഞങ്ങളെ മോഹത്തെ ജനിപ്പിക്കുന്ന യാതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടവരാതെ കർത്താവിന്റെ വചനത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ലോകമോഹങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ തൊക്കണം ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണം, സഹായിക്കണം. ജീവന്റെ പുതുക്കത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം എപ്പോഴും ധ്യാനിപ്പാനും കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഉള്ള കാലത്തോളം കർത്താവിന് വേണ്ടി വിശുദ്ധ കൈകളെ ഉയർത്തി സ്വർഗത്തിലെ സിംഹാസനത്തിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് ജയിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ലൈനിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അവിടുന്ന് സഹായിക്കുക, അനുഗ്രഹിക്കുക ചെയ്യുമാറാണമേ. അവരുടെ ആവശ്യങ്ങളെ കർത്താവ് അവിടുന്ന് അറിയുന്നല്ലോ. സ്വർഗത്തിലെ ദൈവം ആവശ്യങ്ങളെ അറിഞ്ഞ് അവരുടെ മുഖത്തെ അവിടുന്ന് മാനിച്ച് തക്ക സമയത്ത് തന്നെ അവർക്ക് വേണ്ടി വഴികളെ തുറന്ന് സഹായിക്കുന്ന ദൈവമാകുക. സ്തോത്രം കർത്താവേ. പ്രത്യേക കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബോർഡ് എക്സാം എഴുതുന്ന 10th-ലും 12th-ലും ഒക്കെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് ജ്ഞാനത്തെ അവിടെ നൽകി കൊടുക്കണമേ. ശലോമോന് ജ്ഞാനത്തെ നൽകി കൊടുത്ത ദൈവം ഈ കുഞ്ഞുങ്ങളെയും ജ്ഞാനത്താൽ അവിടുന്ന് നിറച്ച് അവരുടെ ബോർഡ് എക്സാം ഒക്കെ അനുഗ്രഹമായി ചെയ്ത് നല്ല വിജയം കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാണെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിത്തോളം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം, കൃപയെ സൂക്ഷിക്കണം. സർവേശ കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും കരുതലും കർത്താവെ കടന്നു വന്ന ഓരോ കുടുംബങ്ങളുടെ മേലും ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും, പ്രത്യേകിച്ച് എക്സാമുകളുടെ മുന്നിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ തലമുറകളുടെ മേലും അടുത്ത ആഴ്ച അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവരെയും അങ്ങയുടെ മേഘപ്രത്യക്ഷ വരെ എപ്പോഴും നേയ്ക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് us all. താങ്ക് യു. എല്ലാവരും അഡ്മിറ്റ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു അങ്കിളെ. ഓക്കെ. ചാൻ പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ബിജു സാറേ, പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിങ്. കാണത്തില്ലല്ലോ ക്ലിയർ ആയിട്ട്. അൺമ്യൂട്ട് ആയില്ല. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പലരെയും പരിചയമില്ല, ആദ്യമായിട്ട് കാണുകയാണ് എല്ലാവരും. പുതിയ പുതിയ മുഖങ്ങളാണ് എല്ലാം. അതെ അതെ അതെ, ഇത് ഖത്തറിൽ നിന്നുള്ള സുഹൃത്തുക്കളാണ് മിക്കവരും. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരെയും കണ്ടതിൽ സന്തോഷം.
ഓക്കെ, ശരി. അപ്പൊ വീണ്ടും പ്രാർത്ഥനയിൽ കാണാം അടുത്ത ആഴ്ച. ഓക്കെ ഓക്കെ ഓക്കെ. സജീവ് ബ്രദറെ താങ്ക് യു. ഓക്കെ ഓക്കെ പ്ലീസ് ലോർഡ്. ഓക്കെ എബ്രഹാംസ് താങ്ക് യു. ജോലെ താങ്ക് യു. റൂത്ത് എബിജായ താങ്ക് യു. റിച്ചാർഡ് പാസ്റ്ററെ താങ്ക് യു വെരി മച്ച് ജോയിനിങ്. അടുത്ത ആഴ്ച കാണാൻ ദൈവം വെച്ചാൽ. മമ്മി ജോയിൻ ചെയ്തിട്ടുണ്ടേ. രാജനിങ്ങളെ താങ്ക് യു. ഓക്കെ, മമ്മി ജോയിൻ ചെയ്തിട്ടുണ്ടേ. ഞാൻ കണ്ടു, മമ്മിയെ കണ്ടു. ഓക്കെ ഓക്കെ. Praise the Lord. ഓക്കെ ലിനു എന്നാ ഓക്കെ എന്നാ അടുത്ത ആഴ്ച കാണാം ദൈവം വെച്ചാൽ. ബൈ. ഓക്കെ ബൈ. ഓക്കെ ബൈ ബൈ. ഓക്കെ സാർ.